നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The calendar for the year 2019 will be same for the year. പെട്ടെന്ന് എഴുതാട്ടെ. ഇതേ വരുന്നു ടൈമർ. 2019 എപ്പോഴാണ് വരുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു, എന്ത് നോക്കുന്നു? 19 നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 4 4 16, ബാക്കി എത്ര ഉണ്ട്? 3 ആണ്. അപ്പോൾ 3 റിമൈൻഡർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 2019 കൂടെ എത്ര കൂട്ടും? 11 കൂട്ടും അല്ലേ? അപ്പോൾ 9 1 10, ഇവിടെ എത്ര കിട്ടും? 3. എത്ര കിട്ടും നമുക്ക്? 2030. ഓക്കെ, എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. The calendar for the year 2005 will be same for the year 2005. ചെയ്തോട്ടെ, ദേ വരുന്നു ടൈമർ. 2005. എളുപ്പമാണ്, വളരെ വളരെ എളുപ്പം. 2005. ഗാലക്സി A20s ആരാണ്? പേരെന്താണ്? ഓക്കെ, പേര് പറയത്തില്ലേ? ആ, ഓക്കെ 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 ഓക്കെ, ഫൈൻ. The calendar for the year 2005. ഓക്കെ, എന്താ ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നു? 5 എടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. റിമൈൻഡർ 1 കിട്ടിയാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. എന്ത് ചെയ്താൽ മതി? ഒരു 6 അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2011. ക്വസ്റ്റ്യൻ നമ്പർ 4, പെട്ടെന്ന് ചെയ്തേ. ദ കലണ്ടർ ഫോർ ദ ഇയർ 2017. 30 സെക്കൻഡ്സ് ഉള്ള. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തീർക്കാം. 30 seconds. Calendar for the year 2017 will be same for the year. തേർട്ടി സെക്കൻഡ്സേ ഉള്ളൂ. 30 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളത്. ഓക്കെ, ടൈം എൻഡായി. നമുക്ക് നോക്കാം. നോക്കിക്കേ, 2017 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 17 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 4s are 16, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2017 പ്ലസ് എന്താണ്? 6 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 7 13. എത്ര കിട്ടും നമുക്ക്? 2023 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കാര്യം നമ്മൾ 3 നോക്കിയാൽ മതി. കാര്യം 6 7 13 3 വരുന്ന ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ബാക്കി നമ്മൾ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ കലണ്ടർ ഫോർ ദ ഇയർ 1997 വിൽ ബി സെയിം ഫോർ ദ ഇയർ. പെട്ടെന്ന് എഴുതാട്ടെ. 30 seconds. പെട്ടെന്ന് 30 seconds. The calendar for the year 1997 will be same for the year. The calendar for the year 1997 will be same for the year. ഓക്കെ, ഇത്രയും ടൈമിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോക്കിക്കേ. ഓക്കെ, എത്രയാണ്? 97 ആണല്ലേ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എടുത്താൽ മതി. അപ്പോൾ 4 4ൽ 2 times 8
ബാക്കി 1 17, 4 4 എത്രയാണ് 16, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ എന്ത് കിട്ടണം? 7ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 13 കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ, 2003 മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം 1 ആണ് റിമൈൻഡർ എങ്കിൽ 6 കൂട്ടുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്താട്ടെ. ദ കലണ്ടർ ഫോർ ദ ഇയർ 1897 വിൽ ബി സെയിം ഫോർ ദ ഇയർ. പെട്ടെന്ന് ചെയ്യുക. The calendar for the year 1897 will be same for the year dash. for the year. ഓക്കെ, ഇത്രയും ടൈം സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു 97 എടുത്ത്. ഇപ്പോൾ നമ്മൾ 97 ചെയ്തേ ഉള്ളല്ലേ. 4 2 8 1 17 4 4 16, ബാലൻസ് 1 ആണ്. അപ്പോൾ 1 വന്ന 6, അപ്പോൾ 7ൻ്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് 3 വരണം. 3 വരുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, 1903. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കലണ്ടർ ഫോർ ദ ഇയർ 1972 വിൽ ബി സെയിം ഫോർ ദ ഇയർ. പെട്ടെന്ന് ചെയ്താട്ടെ, ദേ വരുന്നു ടൈമർ. The calendar for the year 1972 will be same for the year. The calendar for the year 1972 will be same for the year. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം 16 പേര്, ഇപ്പോൾ 10 പേരായി ചുരുങ്ങി. മിനിമം ഒരു 10 പേരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടഫായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് കിട്ടി? ആലോചിച്ചേ ചെയ്യാവുള്ളൂ. ഓക്കെ, ടൈം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ 72നെ നമ്മൾ 4 വെച്ച് ചെയ്യുമ്പോൾ ഒരു 4 ബാക്കി 32, 8 4 32. അപ്പോൾ നമുക്ക് 0 ആണ്. 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? 28 നമ്മൾ കൂട്ടി നോക്കണം. 28. അപ്പം 8 2 10, 7 1 8 2 10, 9 10, എത്ര കിട്ടി നമുക്ക്? 2000. അപ്പോൾ നമ്മൾ 2000 ഉറപ്പിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഈ 1972 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ് അല്ലേ. അപ്പോൾ 28 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നതും ലീപ്പ് ഇയർ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. കാര്യം ലീപ്പ് ഇയറിലെ കലണ്ടർ ലീപ്പ് ഇയറിൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. സോ 2000 ആണ്. 2000 ആകുമ്പോൾ സെഞ്ചുറി ഇയർ ആണ്. സെഞ്ചുറി ഇയറിനെ നമ്മൾ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും? 400 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5. റിമൈൻഡർ എന്താണ്? 0 ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഇനി ലീപ്പ് ഇയർ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 40 നമ്മൾ കൂട്ടേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. The calendar for the year 1872 will be same for the year. പെട്ടെന്ന് ചെയ്താട്ടെ, ദേ വരുന്നു ടൈമർ. ആയിരത്തി 1872 കലണ്ടർ എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ, നോക്കാം. നോക്കിക്കേ, 72 ആണ്. സോ റിമൈൻഡർ എത്ര കിട്ടും? 0 കിട്ടും. സോ നമ്മൾ 1872 എന്ത് ചെയ്യുന്നു? 28 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 2 10, 7 1 8 2 10, 8 1 9, എത്ര കിട്ടി നമുക്ക്? 1900. സോ നമ്മൾ 1900 ആൻസർ ചെയ്യും. നോക്കിക്കേ, ഈ 0 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ലീപ്പ് ഇയർ ആണ്. പക്ഷേ 1900 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ? അല്ല. കാര്യം എന്താ? 400 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ
1900 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ നമുക്ക് ലീപ്പ് ഇയർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 28 അല്ല കൂട്ടേണ്ടത്, എത്രയാണ് കൂട്ടേണ്ടത്? 1872 പ്ലസ് എത്രയാണ്? 40. അപ്പോൾ 2 7 4 11 9 നമുക്ക് 1912 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, കത്തിയോ? ഈ റിപ്പീറ്റിംഗ് കലണ്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കത്തിയല്ലോ? നന്നായിട്ട് മനസ്സിലായല്ലോ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സിലബസിലെ ജനറൽ മെൻ്റൽ എബിലിറ്റി എന്ന ടോപ്പിക്കിലെ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. കലണ്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇതിനകത്ത് റിപ്പീറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? റിമൈൻഡർ 1 വന്നാൽ എന്ത് ചെയ്യണം? +6. റിമൈൻഡർ 2ഉം 3ഉം വന്നാൽ +11. റിമൈൻഡർ 0 വന്നാൽ ഒന്നുകിൽ 28 അല്ലെങ്കിൽ എത്രയാണ്? 40. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം? ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയറിലെ അപ്ലൈ ചെയ്യൂ. എന്താണ്? നോൺ ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ നോൺ ലീപ്പ് ഇയറിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ കലണ്ടറിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു PDF കൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അതെന്ത് ചെയ്യാൻ? നിങ്ങൾ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഒരു PDF ഇട്ടുതരാം. ആ PDF-നകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതുകൂടെ ആകുമ്പോൾ കലണ്ടർ പക്കാ സെറ്റ്. പിന്നെ കലണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഒറ്റ മാർക്ക് പോലും നമ്മൾ കളയരുത്. ഓക്കെ, 100% ആണ് നമ്മുടെ ടാർഗറ്റ്. ആ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ദെൻ മലയാളം, ഇത് ഇത്രയും നമുക്ക് 100% സ്കോർ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മുന്നിലാവും. ഓക്കെ.